ഞാനിത് ആർട്ടിഫിഷ്യൽ ലിംബാണ് ഈ കാലും നമ്മൾ ഈ പോകുമ്പോഴുള്ള സഹതാപങ്ങളെ എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുന്നുള്ളൂ ഭടന്മാർക്ക്. അതുപോലെ ഞാൻ ഓടും എല്ലാം ചെയ്യും. ഒരു പരിപ്പെട്ട ഈ ആർമിക്ക് വേണ്ടി മാരത്തോൺ ഓടിയിട്ടുണ്ട്. പൂന ALCയിൽ ഞാൻ മാരത്തോൺ ഓടി ഫിനിഷിങ് ചെയ്ത വ്യക്തിയാണ് 8ാമത്. ഇത്രയും അനധികൃത ഷോപ്പുകൾ ഉള്ളപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ ബോംബ് ബ്ലാസ്റ്റ് ഈ ശരീരം നൽകിയ എന്റെ ഷോപ്പ് എന്തിനാണ് ഈ നീക്കം ചെയ്തത്? मेरा क्वेश्चन पूछा आप कौन है जानकारी कल कोर्ट में मैं भी देना ही पड़ेगा। जो है ना CM भी आके दिया कौन है AG साहब ने आपको बताया ना सर? हाँ बता देना ये बात पूरा आप प्रूफ मेरे को ही चाहिए ना कौन है क्या है फालतू बकवास कर दिया था। ओके ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സതീഷ് എന്ന് പറഞ്ഞ ഈ ചേട്ടനെ, ഒരു വിമുക്ത ഭടനെ, അതും രാജ്യത്തിന് വേണ്ടി പോരാടി സ്വന്തം കാല് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. എന്തായാലും നമ്മൾ ജവാന്മാരെന്ന് കേട്ടാൽ നമുക്ക് പ്രത്യേക റെസ്പെക്റ്റും പരിഗണനയൊക്കെ എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ റെസ്പെക്റ്റ് കൊടുക്കേണ്ടവരാണ് നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി ഈ അവസ്ഥയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതുപോലുള്ള ജവാന്മാരാണ്. പക്ഷേ നമ്മുടെ ആർമിയും നമ്മുടെ പോലീസും തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഇടപെട്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടിച്ചേക്കാണ്. അതിൽ അവിടെ ഒരുപാട് കടകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒരു ഇളവ്, ഒരു വിമുക്ത ഭടനാണ്, സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി ഒരു കാല് നഷ്ടപ്പെട്ട മനുഷ്യനാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇളവ്, ഇദ്ദേഹം ചെയ്ത തെറ്റാണെങ്കിൽ ഒരു ഇളവ് കൊടുക്കേണ്ട മാന്യത അത് നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ പോലീസിനും മറ്റുള്ളവർക്കൊന്നും ഇല്ലേന്നാണ് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും അദ്ദേഹം ഇതിനെതിരെ പോരാടി അദ്ദേഹം വിജയത്തിന്റെ വക്കിലാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. പക്ഷെ തെറ്റ് ചെയ്തവർ ഒരിക്കലും എങ്കിലും ചിന്തിക്കണം, ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തിനോട് മാത്രം ഈ ക്രൂരത കാണിച്ചത്? അതിൽ ഇതുപോലുള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് സതീഷ് കുമാർ KP. തിരുവനന്തപുരം തിരുമല പാങ്ങോട് ഹനുമാൻകോവിലിന് സമീപം കോശവങ്കോട് കൽനടയുടെ അവിടെ ആണ് എൻ്റെ താമസം. എനിക്ക് നിങ്ങളോടൊരു സങ്കടം പറയാനുള്ളത് എല്ലാവരും കേൾക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഭടന്മാർക്കും എന്നെക്കൊണ്ടൊരു വഴിത്തിരിവാകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് എല്ലാ ജനങ്ങളും കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരും ഇതുപോലെ ഞാനും ഒരു ഓപ്പറേഷൻ 2007 പൂഞ്ച് മേണ്ടറി വെച്ച് ബോംബ് ബ്ലാസ്റ്റ് ഇടതുകാല് നഷ്ടപ്പെട്ട ഒരു വിമുക്ത ഭടനാണ്. ഞാനിത് ആർട്ടിഫിഷ്യൽ ലിംബാണ് ഈ കാലും നമ്മൾ ഈ പോകുമ്പോഴുള്ള സഹതാപങ്ങളെ എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുന്നുള്ളൂ ഭടന്മാർക്ക്. ഈ കാല് പോകുമ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭടന്മാരെ എല്ലാവരും ഓർക്കുന്നതും അവരെ എല്ലാവരും അംഗീകരിക്കുന്നതും. ഇതിന് ശേഷം ഒരു വ്യക്തികളും നമ്മളെ അംഗീകരിക്കത്തുമില്ല, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നുമില്ല. ഇത് വ്യക്തമാക്കാനും ഇത് മറ്റുള്ള ഭടന്മാർക്ക് വഴികാട്ടിയായി തീരുവാനും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ സ്റ്റേഷൻ കമാൻഡർക്ക് കൊടുത്ത അപേക്ഷയാണ്. തിരുവനന്തപുരം പള്ളിമുക്ക് ജംഗ്ഷനിൽ എനിക്ക് ഇങ്ങനെ ബോംബ് ബ്ലാസ്റ്റ് കാല് പോയതുകൊണ്ട് ഒരു ഉപജീവനത്തിനായി ഒരു ഷോപ്പ് നടത്തണമെന്ന് പറയുകയും സ്റ്റേഷൻ കമാൻഡറുടെ അപേക്ഷ നൽകിയതിനെ തുടർന്ന് സ്റ്റേഷൻ കമാൻഡർ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അധികാരത്തിലല്ല, ഇത് കൗൺസിലറിന്റെ ലെറ്ററുമായിട്ട് സതീഷ് കുമാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞു. കാരണം ഇത് PW റോഡിന്റെ അണ്ടറിൽ വരുന്നതാണ് കേരള സർക്കാരിന്. ഇതിൻ പ്രകാരം ഡെപ്യൂട്ടി കമാൻഡർ എനിക്ക് നൽകിയ റെക്കമെൻഡ് ലെറ്ററാണ് കേരള സർക്കാരിന് ഇദ്ദേഹത്തിന് ഒരു ഹോർട്ടിക്രോപ്പ് സ്റ്റാൾ നൽകാനായിട്ട്. ഈ ഷോപ്പാണ് ആർമി യാതൊരു നിയമലംഘനം നടത്തി ആ ഷോപ്പ് അവിടെ നീക്കം ചെയ്യുകയും തുടർന്ന് യാതൊരു നടപടി സ്വീകരിക്കുന്നുമില്ല. അപേക്ഷ നൽകിയാൽ അവർ മറുപടി നൽകുന്നില്ല. ഞാനില്ലാത്ത സമയത്താണ് ആ ഷോപ്പ് അവിടെ നീക്കം ചെയ്തത്. കാരണം എൻ്റെ ഷോപ്പ് നീക്കം ചെയ്ത് എൻ്റെ ദുഃഖം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് വ്യക്തമാക്കി തരാം. അനധികൃതമായിട്ട് യാതൊരു രേഖകളുമില്ലാത്ത കുറഞ്ഞത് 22ലധികം ഷോപ്പാണ്. ഇത്രയും അനധികൃത ഷോപ്പുകൾ ഉള്ളപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ ബോംബ് ബ്ലാസ്റ്റ് ഈ ശരീരം നൽകിയ എൻ്റെ ഷോപ്പ് എന്തിനാണ് ഈ നീക്കം ചെയ്തത്? ഭരണഘടനാ ലംഘനമല്ലേ ഇത്? നിയമവിരുദ്ധമല്ലേ ഇത്? ഇത് ചോദ്യം ചെയ്യാൻ ആരും തന്നെ, ഒരു സംഘടനയോ ആരും തന്നെ ഇതുവരെ മുന്നിൽ വന്നിട്ടില്ല. ആയതിനാലാണ് ഞാൻ ഇതിനെ പ്രതികരിക്കാനും മറ്റുള്ളവരെല്ലാവരും അറിഞ്ഞിരിക്കാനും മേലധികാരികളും അറിഞ്ഞിരിക്കാനും ഇതിനൊരു നടപടി സ്വീകരിക്കാനുമാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ എത്തിയത്. അതിനുവേണ്ട എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഏത് മിഷന് പങ്കെടുത്തപ്പോഴാണ് ചേട്ടൻ ഈ കാല് നഷ്ടപ്പെട്ടത്? എൻ്റെ 2007 ഓപ്പറേഷൻ പൂഞ്ച് മേണ്ടറി വെച്ച് ജമ്മു കാശ്മീർ വെച്ചാണ് ഈ ബോംബ് ബ്ലാസ്റ്റ് ആയത്. NM14 ബ്ലാസ്റ്റ് ആയത്. ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. 2007 ഡിസംബർ 27 രാവിലെ 9:40 ഇതുണ്ടായത്. ഞങ്ങൾ 12 പേര് പോകുമ്പോഴാണ് മൈൻഡ്രയിലേക്ക് പോകുമ്പോഴാണ് ഈ മൈൻ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. എനിക്കാണ് അപകടം ഉണ്ടായത്. ഞാൻ 5ാമത്തെ ആളായിരുന്നു.
അതോടുകൂടി എനിക്ക് എന്നെ പെട്ടെന്ന് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ കിടന്നു, വേദന സഹിച്ച് കിടന്നു. അവിടുന്ന് പിന്നെ ഹെലികോപ്റ്റർ വന്നു. ഹെലികോപ്റ്റർ എന്നെ കൊണ്ടുവന്ന് നോർത്തേൺ കമാൻഡ് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നു. എൻ്റെ കാല് നോക്കി ഞാൻ പറഞ്ഞു എൻ്റെ കാലെങ്ങനെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആദ്യമായിട്ടാണ്, എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് വലിയ അറിവുകളില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ കാല് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇവിടെ വെച്ച് മുറിച്ചില്ലെങ്കിൽ നടക്കത്തില്ല, ഇത് മേളിലോട്ട് കയറും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവന് തന്നെ അപകടമാണെന്ന് പറഞ്ഞു. അതിനാൽ എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാണ് എൻ്റെ കാല് ഇവിടുന്ന് വെച്ച് മുറിച്ചിട്ടുള്ളത്. കൂടാതെ അവിടുന്ന് പിന്നെ എന്നെ ഷിഫ്റ്റ് ചെയ്ത് പൂന ALC-ലോട്ടായിരുന്നു. ALC എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ലിംബ് സെൻറ്റർ, അതും ആർമിയുടെ തന്നെയാണ് പൂനായിൽ. അവിടെ പോയി ഞാൻ വളരെയധികം വേദന സഹിച്ചു, വളരെയധികം പ്രാക്ടീസ് ചെയ്ത് ആണ് ഞാനിപ്പോൾ ഈ നിലയിലെത്തിയത്. ഞാനിപ്പോൾ ഓടുകയും ചാടുകയും ഒരുമാതിരിപ്പെട്ട വേലകളെല്ലാം ചെയ്യാറുമുണ്ട്. എനിക്ക് കാലില്ല എന്നാരും ഞാൻ പറയാതെ അറിയത്തുമില്ല. ഇത് ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്തും എൻ്റെ വളരെയധികം കഠിനാധ്വാനം കൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. പൂന ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ മാരത്തോൺ ഓടി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതേ ആർട്ടിഫിഷ്യൽ ലിംബ് സെൻറ്ററിൽ തന്നെ അവരുടെ കൂടെ തന്നെ ഓടി 8ാമത് ഓടിയെത്തിയ വ്യക്തിയുമാണ്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടും മാനസികമായും ശാരീരികമായും അതുപോലെ പ്രയത്നിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അങ്ങനെ എനിക്ക് നടുവിനും ഡിസ്കിനും വേദനയുള്ളൊരു വ്യക്തിയാണ്. ഇതിനെ തുടർന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു ഉപജീവനം ചെയ്ത് ജീവിക്കാം എന്നുള്ള, അന്നന്ന് റൊട്ടി കഴിക്കാനുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഈ ഷോപ്പ് ഇടാൻ തീരുമാനിച്ചത്. അത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എനിക്കും അപമാനം, സമൂഹത്തിന് മുന്നിൽ എല്ലാവരുടെ മുന്നിൽ ഈ ഷോപ്പ് എടുത്ത് മാറ്റി അതിനുള്ള സാധനങ്ങളെല്ലാം 2-2.5 ലക്ഷം രൂപ നഷ്ടവും വന്ന് എല്ലാവരുടെ മുന്നിൽ ഞാൻ അപമാനായിട്ടാണ്, ഒരു രാജ്യത്തിന് ശരീരം പോയ ഒരു വിമുക്ത ഭടന്റെ ഒരു വേദനയാണ് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ സാധിക്കുന്നത്. ഒരു വിമുക്ത ഭടനോട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു തെറ്റ് ചെയ്തില്ല. ഇതേ ആർമി തന്നെയാണ് ശുപാർശ നൽകി ഈ ഷോപ്പ് അവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇതേ ആർമി തന്നെയാണ് ഈ ഷോപ്പ് അവിടെ നീക്കം ചെയ്തത്. ഇതിന്റെ പേര് എനിക്ക് അപമാനമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്രയും ഷോപ്പുകൾ അനധികൃതം, ഒരു രേഖകളില്ലാത്ത ഷോപ്പുകൾ വരെ ഇരിക്കുമ്പോൾ എൻ്റെ ഷോപ്പ് മാറ്റിയത് കാരണം ഡെപ്യൂട്ടി കമാൻഡർ ഖുദ് വന്ന് ലൊക്കേഷൻ നോക്കി ഇവിടെ ഷോപ്പ് ഇടാവൂ, മറ്റുള്ള ഷോപ്പുകൾക്ക് പേര് ഞങ്ങൾ പരാതി കോർപ്പറേഷൻ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. നിലവിൽ പരാതി ഉള്ളതാണ് ആ ഷോപ്പുകൾക്ക്. എന്നിട്ട് ആ ഷോപ്പുകൾ നീക്കം ചെയ്യാതാണ് എൻ്റെ ഷോപ്പ് നീക്കം ചെയ്തത്. ഒരു രാജ്യത്തിന് വേണ്ടി ശരീരം പോയിട്ട് ഉപജീവനം ചെയ്യാൻ പോയ എൻ്റെ ഷോപ്പ് അവിടെ പുനഃസ്ഥാപിക്കണം. അതേ സ്ഥാനത്ത് തന്നെ അതിന് വേണ്ട നടപടികൾ കേരള സർക്കാരോ അതിനുവേണ്ട അധികാരികളോ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ കേരള ഗവർണറോ ആരാ എന്ന് പറഞ്ഞാൽ കണ്ണു തുറന്ന് ഈ അനധികൃതമായ ഭരണഘടനാ ലംഘനം ഇത് നിർത്തലാക്കി അർഹതപ്പെട്ടവന് അർഹത നൽകുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്.